നെഹമ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 10-ാം അധ്യായം 1 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങൾ. ഉടമ്പടിയിൽ ഒപ്പുവെച്ചവർ ഹക്കാലിയായുടെ പുത്രനും ദേശാധിപതിയുമായ നെഹമ്യ, സെദക്കിയ. പുരോഹിതന്മാർ സെറായ, അസറിയ, ജെറമിയ, പാഷൂർ, അമരിയ, മൽക്കിയ, ഹത്തൂഷ്, ശബാനിയ, മല്ലൂക്ക്, ഹാരിം, മെറേമോത്ത്, ഉബാദിയ, ദാനിയേൽ, ഗിന്നദോൻ, ബാരൂക്ക്, മെഷുല്ലാം, അബിയ, മിയാമിൻ, മാസിയ, ബിൽഗായ്, ഷെമായി. ലേവ്യർ: അസാനിയായുടെ പുത്രൻ യെശുവ, ഹെനദാനിയുടെ കുടുംബത്തിൽപ്പെട്ട ബിന്നൂയി, കദ്മിയേൽ. അവരുടെ സഹോദരന്മാർ ഷെബാനിയ, ഹോദിയ, കെലാദിയ, പെലായ, ഹനാൻ, മിഖ, റാഹോബ്, ഹഷാബിയ, സക്കൂർ, ഷെറബിയ, ഷെബാനിയ, ഹോദിയ, ബാനി, ബനീനു. ജനനേതാക്കന്മാർ പാരോഷ്, പാഹത്ത്, മോവാബ്, ഏലാം, സത്തു, ബാനി, ബുന്നി, അസ്ഗാദ്, ബേബായ്, അദോനിയ, ബിഗായ്, അദീൻ, ആതെർ, ഹെസക്കിയ, അസീർ, ഹോദിയ, ഹഷൂം, ബേസായ്, ഹാരിഫ്, അനാത്തോത്ത്, നേബായ്, മഗ്പിയാഷ്, മെഷുല്ലാം, ഹെസീർ, മെഷേസാബേൽ, സാദോ, യദുവ, പെലത്തിയ, ഹാനാൻ, അനായ, ഹോഷേയ, ഹനനിയ, ഹാഷു, ഹെല്ലോഷേഹേഷ്, പിൽഹ, ഷോബെക്, റേഹും, ഹഷാബനാബ്, മസേയ, അഹിയ, ഹനാൻ, ആനാൻ, മല്ലു, ഹാരിൻ, ബാന. ശേഷമുള്ള പുരോഹിതന്മാർ, ലേവ്യർ, വാതിൽ കാവൽക്കാർ, ഗായകർ, ദേവാലയ സേവകർ എന്നിവരും ദൈവത്തിന്റെ നിയമത്തെ പ്രതി തദ്ദേശീയരിൽ നിന്ന് ബന്ധം വേർപ്പെടുത്തിയവരും അവരുടെ ഭാര്യമാരും മക്കളും തിരിച്ചറിവായ എല്ലാവരും തങ്ങളുടെ ചാർച്ചക്കാരോടും ശ്രേഷ്ഠന്മാരോടും കൂടി തന്റെ ദാസനായ മോശ വഴി ദൈവം നൽകിയ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുമെന്നും ദൈവമായ കർത്താവിന്റെ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും കൽപ്പനകളും പാലിക്കുമെന്നും മറിച്ചായാൽ ശാപം ഏറ്റുകൊള്ളാമെന്നും ശപഥം ചെയ്തു. ഞങ്ങളുടെ പുത്രന്മാർ തദ്ദേശവാസികളുടെ പുത്രിമാരെയോ അവരുടെ പുത്രന്മാർ ഞങ്ങളുടെ പുത്രിമാരെയോ വിവാഹം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. സാപത്തിലോ വിശുദ്ധ ദിനത്തിലോ അവർ ധാന്യമോ മറ്റു വസ്തുക്കളോ വിൽക്കാൻ കൊണ്ടുവന്നാൽ ഞങ്ങൾ വാങ്ങുകയില്ല. 7-ാം വർഷത്തെ വിളവും കടം ഈടാക്കലും ഞങ്ങൾ ഉപേക്ഷിക്കും. കാഴ്ചയപ്പം, നിരന്തര ധാന്യബലി, നിരന്തര ദഹനബലി, സാബത്തുകൾ, അമാവാസികൾ, നിശ്ചിത തിരുനാളുകൾ, വിശുദ്ധ വസ്തുക്കൾ, ഇസ്രായേലിനു വേണ്ടിയുള്ള പാപപരിഹാര ബലികൾ എന്നിവയ്ക്കും ദേവാലയ ശുശ്രൂഷകൾക്കും വേണ്ടി പ്രതിവർഷം 1/3 ഷെക്കൽ നൽകാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. കൂടാതെ ദേവാലയത്തിലെ ബലിപീഠത്തിൽ നിയമപ്രകാരം കത്തിക്കാനുള്ള വിറക് കുടുംബക്രമം അനുസരിച്ച് പ്രതിവർഷം നിശ്ചിത സമയങ്ങളിൽ സമർപ്പിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ പുരോഹിതന്മാരും ലേവ്യരും ജനവും നറുക്കിട്ട് തീരുമാനിച്ചിരിക്കുന്നു. വയലിലെ ആദ്യ വിളകളും വൃക്ഷങ്ങളുടെ ആദ്യ ഫലങ്ങളും കർത്താവിന്റെ ആലയത്തിൽ സമർപ്പിക്കാമെന്നും ഞങ്ങളുടെ ആദ്യജാതന്മാരെയും മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെയും ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുടെ അടുത്ത് നിയമപ്രകാരം കൊണ്ടുവന്നു കൊള്ളാമെന്നും പുതുധാന്യം കൊണ്ടുള്ള അപ്പവും വൃക്ഷഫലങ്ങൾ, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ഓഹരികളും ദേവാലയത്തിൽ പുരോഹിതന്മാരുടെ മുറികളിൽ എത്തിച്ചു കൊള്ളാമെന്നും കാർഷിക വിളകളുടെ ദശാംശം ഉൾനാടൻ പട്ടണങ്ങളിൽ അവ ശേഖരിക്കുന്ന ലേവ്യരുടെ അടുത്ത് ഏൽപ്പിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. ലേവ്യർ ദശാംശം സ്വീകരിക്കുമ്പോൾ അഹറോന്റെ പുത്രനായ പുരോഹിതൻ അവരോടൊത്ത് ഉണ്ടായിരിക്കണം. ലേവ്യർ ദശാംശത്തിന്റെ ദശാംശം ദേവാലയത്തിലെ കലവറയിലേക്ക് കൊണ്ടുവരണം. ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ഓഹരി ഇസ്രായേൽ ജനവും ലേവ്യരും കൂടെ ദേവാലയ ശുശ്രൂഷകനായ പുരോഹിതന്മാരും പടികാവൽക്കാരും
ഗായകരും താമസിക്കുന്നതും ശ്രീകോവിലിലെ പാത്രങ്ങൾ സൂക്ഷിക്കുന്നതുമായ മുറികളിലേക്ക് കൊണ്ടുവരണം. ഞങ്ങൾ